പരീക്ഷിത്തെ അങ്ങക്ക് ഇനി എന്താ അറിയണ്ടോ? ഉദ്ധവരോട് എന്താ ഉദ്ധവര് അവസാനമായിട്ടൊരു ചോദ്യം ചോദിച്ചു. ഭഗവാനെ, ഈ മരണത്തെ എങ്ങനെ ഇല്ലാതാക്കുക, മരണം എങ്ങനെ ഇല്ലാണ്ടാവും ചോദിച്ചു. അവസാനം ചോദിക്കുകയാണേ. അപ്പൊ അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, മരണം ഇല്ലാണ്ടാവാൻ ഒരു വിദ്യയുള്ളൂ. എന്ത് ചെയ്യണം? അങ്ങ് ഹന്തതേ കഥയിഷ്യാമി മമ ധർമാൻ സുമംഗളാൻ യാൻ ശ്രദ്ധയാ ആചരൻ മർത്യോ മൃത്യും ജയതി ദുർജയം. അതായത് ആരാണോ ഭഗവാന്റെ ഭാഗവത ധർമ്മത്തെ നേരാവണ്ണം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് അവർക്ക് മരണം ഉണ്ടാവില്ല. സർവസ്വം ഭഗവാങ്കലെ സമർപ്പിച്ച് ചെയ്യുക മാത്രല്ല, മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം, അകത്തും പുറത്തും ഒക്കെ തെളിഞ്ഞ് പ്രകാശിച്ചിരിക്കുന്നത് ഭഗവാന്റെ മഹിമയാണ്. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ് എന്ന ഭാവേന ഭജിക്കുക. എന്നിട്ട് എന്ത് വേണം? ഈക്ഷേത ആത്മനീച്ച ആത്മാനം യഥാഖം അമലാശയ. ഈ കുളത്തിലൊക്കെ കണ്ടിട്ടില്ലേ തെളിഞ്ഞിരിക്കുന്ന ഉച്ച നേരത്ത് കുളത്തിൻ്റെയൊക്കെ കരയിൽ പോയി നിന്നാൽ ആ നല്ല തെളിഞ്ഞ ആ സമയത്തൊന്നും വിളക്കുണ്ടാവില്ല. കുളത്തിൽ തെളിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തുണ്ടോ കലക്കലും കലങ്ങിയിട്ടും ഉണ്ടാവില്ല. രാവിലെ എല്ലാവരും ഇങ്ങനെ കുളിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഇളക്കം കൊണ്ട് തെളിച്ചം കഷ്ടയാവും. എല്ലാവരും ഇങ്ങനെ വന്ന് മുങ്ങി കുളിക്കുമ്പോഴേ ഒക്കെ കഴിഞ്ഞൊരു ഉച്ച നേരമായാലും ഒരു അടക്കം വരും കുളത്തിന്. തെളിഞ്ഞിരിക്കണം, നല്ല വെയിലും ഉണ്ടാവും. വെയിലിൻ്റെ ആ പ്രകാശം കൂടി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുളത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആകാശം അങ്ങനെ ആ കുളത്തിൽ ഇങ്ങനെ കാണാം. ശരിയല്ലേ? അത് തെളിഞ്ഞ വെള്ളത്തിൽ. അതുപോലെ തെളിഞ്ഞ ഹൃദയത്തിൽ ആത്മസ്വരൂപനായ ഭഗവാനെ തെളിഞ്ഞ കാണും. അപ്പൊ എന്തുണ്ടാവും? നോക്കൂ, ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ. അപ്പൊ നമുക്കൊന്ന് കേമാണോ ഒന്നും മോശമാണെന്നൊന്നും തോന്നില്ല. എല്ലാറ്റിലും എന്തേ ഉള്ളൂ? ഈശ്വരഭാവമാണെന്നാ തോന്നുന്നത്. അപ്പൊ ഫാൻ ഇടണതിന്റെ ഫാൻ വെക്കണ പ്ലഗിലും അതുപോലെ ഈ ട്യൂബ് കത്തിച്ച പ്ലഗിലും കുറേ ഉണ്ടാവില്ല. അതിൽ എവിടെ കൈയിട്ടാലും നമുക്ക് എന്തടിക്കും? ഷോക്ക് അടിക്കില്ലേ? നമ്മൾ കറണ്ടിൻ്റെ ചെറിയ ബൾബ് 10ന്റെ ബൾബ് കത്തിക്കണമെങ്കിലും 100ന്റെ ബൾബ് കത്തിക്കണമെങ്കിലും 200ൻ്റേത് കത്തിക്കണമെങ്കിലും എവിടെ കൊണ്ടുപോയാലും വിരൽ വെച്ചാൽ നമുക്ക് എന്തുണ്ടാവും? ഷോക്ക് അടിക്കും എന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെയാണ്. ചെറിയ ജന്തുവാണ്, വലിയ ജന്തുവാണ്, വലിയ ജന്തുവാണെന്നൊന്നും പറയണ്ട. ഏതിൻ്റെ ഉള്ളിൽ എന്ത് സമാണ്? ഈശ്വരഭാവം സമാണ്. അതുകൊണ്ട് എല്ലാറ്റിനെയും ഒരുപോലെ ബഹുമാനിക്കാൻ പഠിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് സ്പർദ്ധ, അസൂയ, തിരസ്കാരം, ഈ ജാതി ദ്വന്ദ്ബുദ്ധിയുടെ ഭാവങ്ങൾ ഒക്കെ പോയിട്ട് വിസൃജ്യ സ്മയമാനാൻ സ്വാൻദൃശം വ്രീഡാം ച ദൈഹികീം പ്രണമേൽ ദണ്ഡവൽ ഭൂമൗ അശ്വചണ്ഡാള ഗോഖരം. അപ്പൊ ആ ദ്വന്ദ്ബുദ്ധി പോയിട്ട് നമ്മുടെ ഉള്ളിൽ ഞാനൊരു വലിയ ആള് മറ്റേത് ചെറിയ ആളെന്നൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. പ്രണമേൽ നമസ്കരിക്കും. എങ്ങനെ? ദണ്ഡവൽ വടി പോലെ വീണ് നമസ്കരിക്കും. എന്നിട്ടോ അതുണ്ടാവണത് അങ്ങനെ നമസ്കരിക്കാനുള്ള ഒരു മനസ്സ്, അങ്ങനത്തെ ഒരു ഭാവം വരും. അവരെ ഇതാണ് വേണ്ടത്. ഇത്രയാണ് അങ്ങേക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി എന്താ അങ്ങേക്ക് അറിയേണ്ടത്? ഉദ്ധവര് എന്താ അറിയാൻ? എല്ലാം പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. സന്തോഷമായി. ആയിക്കോട്ടെ. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? അഭ്യുദ്ധവ ത്വയാ ബ്രഹ്മ സഖേ സമവധാരിതം. അങ്ങ് ഈശ്വരതത്വം നല്ലോണം മനസ്സിലാക്കി വെച്ചില്ലേ? മനസ്സിലാക്കി. അഭിദേവികതോ മോഹ. അങ്ങയുടെ അന്തല്യായൊക്കെ മാറിയില്ലേ? എന്നെ കാണാൻ വരുമ്പോൾ ചെറിയ അന്തല്യായൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയില്ലേ? പോയി. ശോകശ്ചാസവും മനോഭവ, ആ ദുഃഖത്തിന്റെ ആ ഒരു ക്ലേശം ഒക്കെ പോയില്ലേ? ഒക്കെ പോയി. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യരുത്? നെയ്തൽ ത്വയാ ദാംഭികായ നാസ്തികായ ശഠായ ച അശുശ്രൂഷോരഭക്തായ ദുർവിനീതായ ദീയതാം. അതായത് ഈ വിദ്യ അങ്ങ് എന്ത് ചെയ്യരുത്? ദാംഭികന്മാർ, പൊങ്ങച്ചക്കാർക്ക് കൊടുക്കരുത്, നാസ്തികന്മാർക്ക് കൊടുക്കരുത്, പിന്നെ ശഠന്മാര് കടുംപിടുത്തക്കാർക്ക് കൊടുക്കരുത്, കേൾക്കാൻ മോഹമില്ലാത്തവന് കൊടുക്കരുത്, ഭക്തി ഇല്ലാത്തവന് കൊടുക്കരുത്, വിനയില്ലാത്തവനും കൊടുക്കരുത്. അവർക്കൊന്നും കൊടുത്താൽ ഇത് ഫലിക്കില്ല. പിന്നെ ആർക്കത് കൊടുക്കേണ്ടത്? കൊടുക്കേണ്ട ആളുടെ പേരും പറഞ്ഞു കൊടുത്തു. ഏതൈർദോഷൈർവിഹീനായ ബ്രഹ്മണ്യായ പ്രിയായ ച സാധവേ ശുചയേ ബ്രൂയാൽ ഭക്തി സ്യാൽ ശൂദ്രയോഷിതാം. ആർക്കൊക്കെ ആവാം? ഈ ദോഷങ്ങളൊന്നും ഇല്ലാതെ ബ്രഹ്മണ്യന്മാരായിട്ട് ഭഗവത് പ്രിയന്മാരായിട്ട് സജ്ജനങ്ങളായ ശുദ്ധിയുള്ള കൂട്ടരില്ലേ, ഭക്തിയുള്ള കൂട്ടര്, അവർക്ക് കൊടുക്കാം. ആരായാലും കൊടുക്കാം എന്ന് പറഞ്ഞു. അതിന് ഉപദേശിക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ അങ്ങേക്ക് എന്താ കേൾക്കേണ്ടത്? അവരപ്പോഴേക്കും ഇങ്ങോട്ട് വന്നു, കൈ രണ്ടും കൂപ്പി ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതിട്ട് പറഞ്ഞു, ഭഗവാനെ ബദ്ധാഞ്ജലി. ബദ്ധാഞ്ജലി കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചിട്ട് പ്രീത്യുപരുദ്ധകണ്ഠോ. ഭഗവാന്റെ ആ തൃപാദത്തിൽ ഭക്തി ഇങ്ങോട്ട് വർദ്ധിക്കുക. കാരണം കണ്ഠം ഇങ്ങോട്ട് മുട്ടിയിട്ട് ന കിഞ്ചിതൂജേ അശ്രുപരിപ്ലുതാക്ഷ. ഒന്നും ഇങ്ങോട്ട് മിണ്ടാൻ പറ്റിയില്ല. എന്താ കാരണം? അശ്രുപരിപ്ലുതാക്ഷൻ.
കണ്ണുനീര് നിറഞ്ഞിട്ട ഭഗവാന്റെ മഹിമയില് അദ്ദേഹം എന്ത് ചെയ്തു? വിഷ്ടഭ്യചിത്തം പ്രണയാവഘൂർണം ധൈര്യേണ രാജൻ ബഹുമന്യമാന കൃതം ജലിപ്രാഹയതു പ്രവീരം ശീർഷ്ണാസ്പൃശം തച്ചരണാരവിന്ദം. കയ്യുകൂപ്പി മനസ്സുറപ്പിച്ച് ഭഗവാന്റെ പാദത്തിൽ ശിരസ് മുട്ടിച്ച് തൊഴുത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, അടിയന്റെ എല്ലാ വിഷമവും തീർന്നു. എന്തേത്? വിദ്രാവിതോ. അതുണ്ടായത്. വിദ്രാവിതോ മോഹമഹാന്ധകാരോ യ ആശ്രിതോ മേ തപസന്നിധാനാൽ വിഭാവസോ കിം नु സമീപകസ്യ ശീതം തമോഭീഹി പ്രഭവന്ത്യജാദ്യ. ഭഗവാനെ, അങ്ങയുടെ ആ തൃപാദത്തെ ആശ്രയിക്കുക. കാരണം എൻ്റെ അകത്തിരിക്കണേ ആ ഒരു അജ്ഞാനത്തിന്റെ അന്ധകാരം ഉണ്ടായിരുന്നില്ലേ? വിദ്രാവിതോ. അജ്ഞാനാന്ധകാരം ഓടിപ്പോയി, എങ്ങടോ പോയി. എന്താ കാരണം? ആശ്രിതോ മേ തമസന്നിധാനാൽ. അങ്ങയുടെ തൃപാദത്തെ ആശ്രയിക്കൊണ്ടാണ് എനിക്ക് ഈ മഹിമ ഉണ്ടായത്. വിഭാവസോ കിം नु സമീപകസ്യ. സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങി പുറപ്പെട്ട് വന്നാൽ പിന്നെ ഇരുട്ടുണ്ടാവുമോ? സൂര്യൻ ഉദിച്ച ഇരുട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. തണുപ്പുണ്ടാവുമോ? അതും ഉണ്ടാവില്ല. ഭയം ഉണ്ടാവുമോ? ഉണ്ടാവൂല്ലേ. ഇരുട്ടത്തെ പേടിപ്പിക്കണതിനൊന്നും നമുക്ക് പിന്നെ വെളിച്ചായ പേടി ഉണ്ടാവില്ല, ഭയം പോവും. രാവിലെ വെളിച്ചാകുമ്പോൾ ഉണ്ടാവണ രാത്രി ഉണ്ടായ കഠിനമായ തണുപ്പൊന്നും ഏത് സമയത്ത് ഉണ്ടാവില്ല. ഈ വെയിലങ്ങോട്ട് ഉദിച്ച് ചൂടായാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇരുട്ടും പോയി, എന്ത് ഭയവും പോയി, തണുപ്പും പോയി. എന്ത് കാരണത്താൽ? ആ ഒരു സൂര്യൻ കാരണം. എന്നതുപോലെ ഭഗവാന്റെ സാന്നിധ്യത്തില് എൻ്റെ എല്ലാ അജ്ഞാന അന്ധകാര മോഹങ്ങളും നശിച്ചു. ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് പ്രത്യർപ്പിതോ മേ, അങ്ങ് എനിക്ക് തന്നു. എന്ത്? ഭവതാനുകമ്പിനാ ഭൃത്യായ വിജ്ഞാനമയ പ്രദീപ ഹിത്വാ കൃതജ്ഞസ്തവ പാദമൂലം കോന്യൽ സമീയാൽ ശരണം ത്വദീയം. എപ്പോഴൊക്കെയാണോ എൻ്റെ ഹൃദയത്തില് ആ വലിയ ജ്ഞാനത്തിന്റെ വെളിച്ചം, ഭഗവത് ഭക്തിയുടെ വെളിച്ചം മെല്ലെ മെല്ലെ ഇങ്ങനെ കരിന്തിരി കത്താനായിട്ട് പുറപ്പെടുന്നത്. കരിന്തിരി കത്തുക പറഞ്ഞില്ലേ? ആ മനസ്സിലാവില്ലേ? അങ്ങനെ കരിന്തിരി കത്തി കെട്ട് പോവാനായിട്ട് പുറപ്പെടുന്നത്. അപ്പോഴൊക്കെ അങ്ങ് എന്ത് ചെയ്യാറുണ്ട്? തിരി നീട്ടി, കരി തട്ടി, എണ്ണ വീഴ്ത്തി വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കാറുണ്ട്. അതിനല്ലേ നമ്മൾ വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുമ്പോൾ കുറച്ച് നേരം കണ്ട് കഴിഞ്ഞാൽ ആ തിരിയുടെ അറ്റത്തൊരു ഉണ്ട, കരിയുടെ ഒരു ഉണ്ട ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ തിരി ഇങ്ങനെ മങ്ങിപ്പോവും, ഭംഗിയില്ലാണ്ടാവും. അപ്പൊ നമ്മളൊരു കോലുകൊണ്ട് കരി അങ്ങോട്ട് തട്ടി തിരി ഒന്ന് നീട്ടി കുറച്ച് എണ്ണയും വീഴ്ത്തിയാൽ എന്തായി? വീണ്ടും പുതിയ തിരി പോലെ ആര് കത്തും? അതുപോലെ ഇനി അങ്ങ് എൻ്റെ ഉള്ളിൽ ആ നോക്കൂ അജ്ഞാനം കൊണ്ട് വന്നു കൂടി കരിന്തിരി കത്താൻ പുറപ്പെടുമ്പം അങ്ങ് എന്ത് ചെയ്യും? അങ്ങൊന്ന് ആ വിജ്ഞാനത്തിന്റെ വിളക്ക് ഒന്നും കൂടി അജ്ഞാനത്തിന്റെ എണ്ണ ഒഴിച്ച് നല്ലോണം കത്തിച്ച് ജ്വലിപ്പിച്ച് പ്രകാശിപ്പിച്ച് എന്നെ ഇങ്ങനെ വിജ്ഞാനിയാക്കി. ഇത് ഇപ്പോഴും അതല്ലേ ഉണ്ടായത്? അങ്ങ് എനിക്ക് വേണ്ടതൊക്കെ തന്നില്ലേ? അതുകൊണ്ട് ഹിത്വാ കൃതജ്ഞസ്തവ പാദമൂലം കൊന്യൽ സമീയാൽ ശരണം ത്വദീയം. ആ തൃപ്പാദത്തെ ഉപേക്ഷിച്ച് എന്തൊരു പാദത്തെ ഞാൻ വീണ്ടും ശരണം പ്രാപിക്കേണ്ടത്? ഭഗവാന്റെ തൃപ്പാദത്തെ അല്ലാതെ കണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുകയാണേ എന്ന് പറഞ്ഞിട്ട് അടിയൊരു പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞു. അവര് ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, നമോസ്തുതേ. നമസ്കരിക്കുക, അല്ലാണ്ട് എന്തേ ഇപ്പം വയ്ക്കൂ? നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാതൊച്ചരണാം ഭോജേ രതിസ്യാൽ അനപായിനി. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ രതിസ്യാൽ അനപായിനി. ഭഗവാനെ നമസ്കരിക്കുകയാണ്. അങ്ങയുടെ പാദങ്ങളിൽ പ്രപന്നം ശരണാഗതനാണ് അടിയൻ. അതുകൊണ്ട് അനുഷാധിമാം അനുഗ്രഹിക്കണം. എന്തേ വേണ്ടു? സൗന്ദര്യം ഉണ്ടാവണം, സമ്പത്ത് ഉണ്ടാവണം, പണം ഉണ്ടാവണം, പ്രതാപം ഉണ്ടാവണം, അധികാരം ഉണ്ടാവണം. അതൊന്നും മോഹമില്ല. എന്തേ ഉള്ളൂ മോഹം? യഥാ ത്വച്ചരണാം ഭോജേ രതിസ്യാൽ അനപായിനി. ആ ഭഗവാന്റെ തൃപാദത്തില് സദാ എന്തുണ്ടാവണം? അനപായിനി രതിസ്യൽ. ഒരു കാലത്തും ഭംഗം വരാത്തതായ ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ല. അങ്ങ് എനിക്ക് വേണ്ടതൊക്കെ തന്നു, വേണ്ടതിലേറെ തന്നു. ആ തൃപ്പാദത്തെ ആശ്രയിക്കുക കാരണത്തിൽ ഒന്നും ചോദിച്ചിട്ടല്ല, ഒക്കെ അങ്ങ് നോക്കിയും കണ്ട് എനിക്ക് തരിക പതിവ്. അതിപ്പോഴും അങ്ങ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കണത്. എനിക്ക് അത്രയേ വേണ്ടു.
അങ്ങോട്ട് നമസ്കരിച്ച് തൊഴുതപ്പോഴാണ് ഭഗവാൻ ഉദ്ധവരെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് ആ മൂർധാവില് കയ്യെ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്ത് ചെയ്തോളൂ, ഗച്ഛോദ്ധവ, പോയിക്കോളൂ. എങ്ങോട്ട്? അങ്ങടെ പോവാ, ഇവിടുന്ന് പോയിക്കോളൂ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല പറഞ്ഞില്ലേ ദ്വാരകയില്. ഗച്ഛോദ്ധവ മയാദിഷ്ടോ ബദര്യാഖ്യം മമാശ്രമം. ആ ബദരി എന്ന പേരായ എൻ്റെ ആശ്രമല്ലേ, അങ്ങോട്ട് പോയിക്കോളൂ. അവിടെ ചെന്നിട്ട് തത്രമൽപാദതീർത്ഥോദേ സ്നാനോപസ്പരിശനൈ ശുചി. അവിടെ ചെന്ന് ആ ഗംഗയിൽ ചെന്ന് ഇറങ്ങി മുങ്ങിയും കുളിച്ചും ശുദ്ധം വരുത്തിയും കാലൊഴുകി ആചമിച്ചും ഒക്കെ എന്ത് ചെയ്യണം? അങ്ങക്ക് ഗംഗയെ കണ്ടാൽ തന്നെ ഈക്ഷയാ അളകനന്ദായ, അളകനന്ദയില് ഇറങ്ങി, അളകനന്ദ വെച്ചാൽ ഗംഗയാണ്, ഇറങ്ങി കുളിക്കണം എന്നൊന്നുമില്ല, ഈക്ഷയാ കണ്ടാൽ തന്നെ മതി, അത്രയ്ക്ക് കേമാണ്. അതുകൊണ്ട് അങ്ങ് മുൻചിരുത്തോ, പോയിക്കോളൂ. മത്തോനു ശിക്ഷിതം യത്തെ വിവിക്തം അനുഭാവയൻ. അങ്ങക്ക് ഞാൻ തന്നില്ലേ ഇപ്പോൾ ഇവിടെ മഹാവിദ്യകള്, അത് നല്ലോണം വിചാരം ചെയ്ത് മയ്യാവേശിത വാക്ചിത്തോ മധർമ്മനിരതോ ഭവ, എൻ്റെ തൃപാദത്തിൽ ഉറപ്പിച്ച് അങ്ങനെ ഉറച്ചിരുന്നോളൂ. അതിവ്രജ്യഗതി സ്ഥിവ, എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുക, അങ്ങ് അതിവ്രജ്യ മറികടക്കും. എന്തിനെ? ഗതീസ്തിസ്ര, 3 ഗതി. ഇത് ഈ ലോകത്തിലെ എല്ലാ സത്വാദി ഗുണങ്ങളുടെ ഭാവങ്ങളൊക്കെ അതിക്രമിച്ച് അങ്ങ് എന്തായിട്ട് തീരും? മാം ഏഷ്യസി തതഃപരം, അങ്ങ് എന്നെ പ്രാപിക്കും. പൊക്കോളൂ. എവിടേക്ക്? ബദരിയിലേക്ക്. ഇത്രയൊക്കെ പറഞ്ഞു കേട്ട പൊക്കോളൂ എന്ന് പറഞ്ഞപ്പം ഉദ്ധവര് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഇത്രയും നേരം അങ്ങ് പറഞ്ഞതൊക്കെ നല്ലോണം മനസ്സിലായതാണ്, ഇപ്പൊ പറഞ്ഞത് മാത്രം അങ്ങോട്ട് ബോധ്യാവണില്ല. എന്താ കാരണം? പൊക്കോളൂ എന്ന് പറഞ്ഞ എങ്ങനെയാ ഇവിടുന്ന് പോവുക? ഭഗവാന്റെ പാദങ്ങളെ വിട്ട് പിരിഞ്ഞു പോവാൻ അടിയന് സാധ്യമല്ല. എന്താ കാരണം? കുട്ടിക്കാലം മുതലേ ഭഗവാനെ ഭജിച്ച് ഭഗവത് ഭജനം ജീവിതവൃത്തിയായിട്ട് കൊണ്ടു നടന്നു പോന്നവനാണ് ആര്? ഈ ഉദ്ധവൻ. ഭഗവാന്റെ ഭാവമില്ലാതെ കണ്ടൊരു ജീവിതം തനിക്ക് ഇതുവരെ ഉണ്ടാവൂല്ല. അതുകൊണ്ട് അങ്ങ് അത് മാത്രം പറയരുത്, പൊക്കോളൂ എന്ന് പറയരുത്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഭഗവാന്റെ പാദങ്ങൾ സേവിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടിക്കോളാം. അങ്ങ് എവിടേക്കാ പോണെന്ന് വെച്ചാൽ എന്നെ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് ഭഗവത്പാദ പൂജ കഴിച്ചിട്ട് അങ്ങനെ കഴിക്കുകയേ വയ്യൂ, അതേ വഹിക്കൂ, എനിക്ക് അതേ വഹിക്കും. അല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങയുടെ പാദങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് ഒരു ജീവിതം കണക്കാക്കാൻ വയ്യട്ടോ എന്ന് പറഞ്ഞു തൊഴുതു. അപ്പോഴും ഭഗവാൻ പറഞ്ഞു, അങ്ങനെയല്ലോ ഉദ്ധവരെ, അങ്ങ് പോയിക്കോളൂ, എതിരിയിലേക്ക് പൊക്കോളൂ. ഇങ്ങനെ നിർബന്ധിക്കുകയാണേ. ഭഗവാൻ ഉദ്ധവരെ കയ്യുകൂപ്പി തൊഴുതിട്ട് പറഞ്ഞു, വയ്യ. എന്ത്? നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവാം ത്യക്തും സമുത്സഹേ നാഥ സുധാമനയ മാമപി. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യരുത്? അങ്ങേ ത്യജിച്ചു പോവാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് നാഹം, എനിക്ക് പറ്റില്ലേ. അതാണ് നാഹം തവാഘ്രി കമലം, ഒരിക്കലും സാധ്യമല്ല ആ പാദങ്ങളെ വിട്ട് പിരിഞ്ഞു പോവല്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? സ്വധാമനയ മാമപി, അങ്ങ് പോകുമ്പം പോണ ദിക്കിലേക്ക് അടിയനും കൂടി കൂടെ കൂട്ടണേ. അതങ്ങ് ചെയ്യണം. ഇത്രയും കാലം എനിക്ക് വേണ്ടതൊക്കെ അങ്ങ് ചോദിക്കാണ്ടേയും പറയാണ്ടേയും ചെയ്തു തന്ന മട്ടില് എന്നെ അങ്ങ് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം, അതെന്റെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു ഭഗവാനോട്. ഭഗവാൻ വീണ്ടും പറഞ്ഞു, ഉദ്ധവരെ പരിഭ്രമിക്കേണ്ട, അങ്ങ് പൊക്കോളൂ, ബദരിയിലേക്ക് പൊക്കോളൂ, പരിഭ്രമിക്കേണ്ട, ഞാൻ ഉണ്ടാവും കൂടെ. ഉദ്ധവർക്ക് ബോധ്യമില്ല. ഉദ്ധവര് പറഞ്ഞു, ഇല്ല, എനിക്കത് പറ്റില്ല. എന്താ കാരണം? കുട്ടിക്കാലം മുതലേ എൻ്റെ ഓരോ പ്രവൃത്തിയും ഭഗവത് പൂജയായിട്ടാണ് ഞാൻ കഴിച്ചത്. എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ? ശയ്യാസനാടന സ്ഥാന സ്നാന ക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താ ത്യജേമഹി. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും പാടുമ്പോഴും പറയുമ്പോഴും ഇരിക്കുമ്പോഴും സദാ ഭഗവാനെ തന്നെ സദാ കണ്ടും തൊഴുതും നമസ്കരിച്ചും ശീലിച്ച് ഭഗവാനെ പൂജ കഴിച്ച് അങ്ങനെ ഒരു മട്ടിലും മാതിരിയിലും ജീവിച്ചു വന്ന തനിക്ക് ഞങ്ങളൊക്കെ എങ്ങനെയാ ഭഗവാനെ കഥം ഭക്തസ്ത്യജേമഹി, എങ്ങനെയാ ഭഗവാന്റെ പാദങ്ങളെ ത്യജിച്ചൊരു ജീവിതം കണക്കാക്കുക? സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് അത് പറയരുത്. ആര് പറഞ്ഞു? ഉദ്ധവര്. ഭഗവാൻ വീണ്ടും നിർബന്ധിച്ചു. ഭഗവാന്റെ നിർബന്ധം കണ്ട് കലശലായപ്പം ഈ ഉദ്ധവര് ഭഗവാൻ നിർബന്ധിക്കുകയാണ്. ഉദ്ധവരാണെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചിരിക്കണോ? ഭഗവാൻ വീണ്ടും ഒടുക്കം ഭഗവാന്റെ നിർബന്ധം കണ്ട് കലശലായപ്പം ഇങ്ങനെയപ്പം ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുമ്പം പറഞ്ഞാൽ കേൾക്കായ നല്ല സമ്പ്രദായമല്ല. പൂവാണ്ടിരിക്കാനും വയ്യ, പൂവാനാണെങ്കിൽ അതും വയ്യ, പൂവാണ്ടിരിക്കാനും വയ്യ, പൂവാനാണെങ്കിൽ അതും വയ്യ. എന്തോ വേണ്ടോ നിശല്യാതെ കണ്ട് ആ ഉദ്ധവര് ഭഗവാന്റെ ആ വാക്യങ്ങൾ ഇങ്ങനെ കേട്ട ഭഗവാന്റെ പാദത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് ഒടുക്കം സ ഏവ മുക്തോ ഹരിമേധസോദ്ധവം പ്രദക്ഷിണം തം പരിസൃത്യ
കൃത്യപാദയോഃ ശിരോ നിധായ അശ്രുകലാഭിരാർദ്രധീഃ നിഷിഞ്ചൻ. ഭഗവാന്റെ പാദത്തിൽ എങ്ങനെയാ പോവുക? ഭഗവാൻ നിർബന്ധിക്കണോ? അവരെങ്ങനെ നിർബന്ധം കണ്ട് കനശലായപ്പം ഒന്ന് മെല്ലെ നോക്കിയതാണ് പറ്റുമെന്ന്. ഭഗവാന്റെ പാദത്തേക്ക് തിരിഞ്ഞു നോക്കി വളരെ സാവധാനത്തില് നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നു. പറ്റണില്ല, പിടിച്ചു വലിക്കണേ, ഹൃദയം ഇങ്ങനെ പിടിച്ചു പറക്കണ വേദനയാണ്. ഉദ്ധവരോട്ടി വന്ന് ഭഗവാന്റെ പാദത്തിൽ വീണ് തൊഴുതു. ഭഗവാനോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല. വീണ്ടും ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ ഗച്ഛോദ്ധവ, അങ്ങ് പോയിക്കോളൂ. ഉദ്ധവര് സാവകാശത്തില് അങ്ങോട്ട് മെല്ലെ പോവുക. മെല്ലെ അങ്ങോട്ട് പോവും. ധൃതിയിൽ ഓടി വരും. ഓരോ തവണ വരുമ്പോഴും ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കും, പ്രദക്ഷിണം കഴിക്കും. വീണ്ടും വീഴും, നമസ്കരിക്കും, പ്രദക്ഷിണം കഴിക്കും. അപ്പോഴും ഭഗവാൻ പറയും പോയിക്കോളൂ എന്ന്. മെല്ലെ അങ്ങോട്ട് പോകും, വീണ്ടും വരും. ഓരോ തവണ വരുമ്പോഴും ആവർത്തിച്ച് നമസ്കരിച്ച് പ്രദക്ഷിണം കഴിക്കേണ്ടത് എന്തിനാണെന്നറിയോ? അതായത് നമസ്കരിക്കുമ്പോഴും പ്രദക്ഷിണം കഴിക്കുമ്പോഴും പോയിക്കോളൂ എന്ന് പറയില്ലല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ പോയിക്കോളൂ എന്ന് പറയുള്ളൂ. അത്ര നേരെങ്കിലും ഭഗവാന്റെ പാദങ്ങളെ കണ്ടും തൊഴുതും ഇരിക്കാലോ എന്ന് കണക്കാക്കിയിട്ട് ആ മഹാനുഭാവൻ വളരെ വിഷമത്തോടു കൂടി പോണ്ടേ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് നിർബന്ധം കലശലായി. ഒടുക്കം ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്ന സമയത്ത് ഭഗവാന്റെ തൃപാദത്തെ തൊഴുത് ഹൃദയത്തിൽ ഉറപ്പിച്ച് തിരിഞ്ഞു നോക്കിയിട്ട് ആ ഉദ്ധവര് സുദുസ്ത്യജ സ്നേഹ വിയോഗ കാതരോ നശക്നു വംസ്തം പരിഹാതു മാതുര കൃച്ഛ്രം യയൗ മൂർധനി ഭർതൃപാതുകേ ബിഭ്രൻ നമസ്കൃത്യ യയൗ പുനഃ. ഭഗവാന്റെ പാദത്തിൽ നിന്ന് പിരിഞ്ഞു പോണേ. സുദുസ്ത്യജ, ആ ത്യജിക്കാൻ വയ്യാത്ത സുദുസ്ത്യജ സ്നേഹവിയോഗ കാതരോ, ഭഗവാനെ വിട്ട് പിരിഞ്ഞു പോണതിന്റെ ഒരു വേവലാതി മാത്രല്ല, പറ്റില്ല എന്നൊരു തോന്നല്. എന്തു ചെയ്യും? പോവാണ്ട വയ്യ. അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ ചാർത്തി ആ മെതിയടികൾ രണ്ടും എടുത്ത് ആ ശിരസിലേക്ക് വെച്ച് ഭഗവാനെ തൊഴുത് കൃച്ഛ്രം യയൗ, ബുദ്ധിമുട്ടിയിട്ട് കൃച്ഛ്രം യയൗ മൂർധനി ഭർതൃപാതുകേ, ആ ഭഗവാന്റെ പാദകങ്ങൾ രണ്ടും ശിരസിലേക്ക് ധരിച്ചിട്ടാണ് ബിഭ്രൻ നമസ്കൃത്യ യയൗ പുനഃ. അങ്ങനെ ആ പാദകങ്ങൾ ശിരസിൽ ധരിച്ച ഭഗവാന്റെ പാദങ്ങളെ തിരിഞ്ഞു നോക്കി തൊഴുത് ഇനി എന്തേ വേണ്ടോ? ഭഗവാന്റെ പാദങ്ങൾ ആ കണ്ണിന്ന് മറയണത് വരെ നോക്കി ഉദ്ധവര് മെല്ലെ നടന്ന് ബദരിയിലേക്ക് പോയി. ആ പാദങ്ങൾ ഇനി കാണില്ല എന്ന് ഉറപ്പായി. ഉദ്ധവര് ബദരിയിലേക്ക് പോയപ്പോഴാണ് ഭഗവാൻ ആശ്വാസമായി. ആ വലിയൊരു കാര്യം ചെയ്തു തീർത്തു. എന്താത്? ഞാൻ ഇല്ലേ ആ ഭാഗവത മഹിമ ആരെ ഏൽപ്പിച്ചു കൊടുത്തു? ആ വിളക്ക് കത്തിച്ച് ഉദ്ധവരുടെ കയ്യിൽ കൊടുത്തു. ഇനി അദ്ദേഹം ആ വിളക്ക് പരിപാലിച്ചോളും. നല്ല കഥയുള്ള ആളാണേ, കെടുത്തി കളയില്ല. ഭഗവാൻ സമാധാനായി. ഇനി ഇവിടുന്ന് സമാധാനം പോലെ പോവാം. അപ്പോഴേക്ക് ദ്വാരകയിലെ സകല ദിക്കിലും ദുശകുനങ്ങളും ദുരിതങ്ങളും മാത്രമേ കാണാനുള്ളൂ. എല്ലാ ദിക്കിലും പലജാതി ദുരിതങ്ങൾ, കാണാൻ വയ്യാത്തതായ ദുശകുനങ്ങളൊക്കെ വന്നു. ദ്വാരകാപുരിവാസികളായ യാദവന്മാര് ഭഗവാന്റെ പാദത്തിൽ വന്ന് തൊഴുതു. എന്താ ചോദിച്ചു. ഭഗവാൻ അവരോട് ദ്വാരക മുങ്ങണ കാര്യമൊന്നും പറഞ്ഞില്ല. അവരോട് പറഞ്ഞു, ഇനിയിപ്പോൾ ആരും ഇവിടെ താമസിക്കണ്ട, കുറച്ച് മോശമാണ് കാലം എവിടെ ദ്വാരകയിലെ. അതുകൊണ്ട് ഇവിടെ ഇനി നമ്മൾക്ക് എന്ത് വേണ്ട? ഏതേ ഘോരതമ ഉണ്ടല്ലേ, ഈ ഘോരങ്ങളായ മഹോൽപാദങ്ങൾ, ഈ ദുശകുനങ്ങൾ, ദുരിതങ്ങൾ, ദുർനിമിത്തങ്ങൾ കാരണം നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും ഇവിടുന്ന് പോയിക്കോളൂ. എവിടേക്ക് പോകണം? എല്ലാവരും ഇവിടുന്ന് പുരുഷന്മാരെല്ലാവരും ഭാസതീർത്ഥത്തിലേക്ക് പോവുക. സ്ത്രീകളും കുട്ടികളും ശംഖോദ്ധാരം എന്നു പേരായ തീർത്ഥത്തിലേക്കും പോവുക. അങ്ങനെ ഉണ്ടായത്. പുരുഷന്മാര് ഭാസത്തിലേക്കും സ്ത്രീകളും കുട്ടികളും ശംഖോദ്ധാര തീർത്ഥത്തിലും പോയിരുന്നിട്ട് ഈ ദുഷ്കാല ദുരിതം തീരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? അതിന് അങ്ങനെ ഭഗവാനെ ഭജിച്ച് നല്ലോണം ഉറപ്പിക്കുക. അങ്ങനെ ഈ ഭഗവത് ഭജനത്തിൽ ഉറപ്പിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ മട്ടില് ഭഗവത്ഭാവത്തിലേക്ക് തന്നെ ശ്രദ്ധ, ബ്രാഹ്മണാദികൾക്കൊക്കെ അന്നദാനാദികളൊക്കെ ചെയ്ത് സജ്ജനങ്ങളെയൊക്കെ ബഹുമാനിച്ച് അതിലങ്ങോട്ട് മുഴുകി ഉറച്ച് നല്ലോണം പുറപ്പെടും. അപ്പൊ ആ ദുഷ്കാലത്തിന്റെ ദുരിതം അങ്ങോട്ട് തീർന്നാൽ നമുക്ക് പിന്നീടൊക്കെ ആവാം എന്നേ ആരോട് പറഞ്ഞുള്ളൂ? യാദവന്മാരോട് പറഞ്ഞുള്ളൂ. അങ്ങനെ യാദവന്മാരെല്ലാവരും എന്ത് ചെയ്തു? പുരുഷന്മാരെല്ലാവരും പ്രഭാസത്തിലേക്കും പോയി, സ്ത്രീകളും കുട്ടികളും ശംഖോദ്ധാര തീർത്ഥത്തിലേക്കും പോയി. അങ്ങനെ അവരൊക്കെ അവിടെ പോയിരിക്കുന്ന സമയത്ത് ഈ നോക്കൂ, യാദവന്മാരാണെങ്കിൽ ഈ പ്രഭാസം എന്ന് പറഞ്ഞാൽ കടലിന്റെ കരയാണ്. കടലിന്റെ കര എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗം സമുദ്രമാണ്. സമുദ്രത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പം ഭീകരമായ സമുദ്രം, തിരമാലകൾ ഇങ്ങനെ
ആകാശത്തേക്ക് പൊങ്ങി അടിച്ച് വരുന്നത് കണ്ടാൽ പേടിയാവും. ആ ഒരു ഭാഗം. മറ്റേ ഭാഗം കാടാണ്. കടലിന്റെ കരയിലെ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കടല്, മറ്റേ ഭാഗത്തേക്ക് നോക്കിയാൽ കാട്. രണ്ടും കൂടി ആയപ്പോൾ ഇവർക്ക് പരിഭ്രമായി. ഈ യാദവന്മാര് നല്ലോണം പരിഭ്രമിച്ചു. പരിഭ്രമിച്ച ഈ യാദവന്മാരെന്തേ ചെയ്തു വെച്ചാല് അവര് പരിഭ്രമം കൊണ്ട് അങ്ങനെ ഈ സാധാരണഗതിയിൽ പരിഭ്രമം വന്നാൽ എന്താ ചെയ്യുക? നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരം ചെയ്യുന്നുണ്ടല്ലേ, ഇവരാ പണി തന്നെയാ ചെയ്തത്. എന്ത് ചെയ്തു? മദ്യം പാനം ചെയ്തു. അപ്പൊ കുറെ പരിഭ്രമമൊക്കെ പോകും. നാട്ടുകാർക്ക് പിന്നെ ഇവനെ കൊണ്ട് പരിഭ്രമായി. അങ്ങനെയാണ് പതിവ്. പരിഭ്രമം തീർക്കണ മദ്യം പാനം ചെയ്തു. വലിയൊരു വംശത്തിന്റെ കഥയാണ് അവസാനം പറയുന്നത് കേട്ടോ. ഈ യാദവന്മാര് മദ്യം പാനം ചെയ്തു. മദ്യപാനം ചെയ്ത കൂട്ടരൊക്കെ കഥയില്ലേണ്ടിയായി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവര് നിസാര കാര്യങ്ങൾക്ക് തർക്കിച്ചിരിക്കുന്ന സമയത്ത് ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റിയെന്ന് മാത്രമല്ല ശണ്ഠയായി. വാക്ക് തർക്കം പിന്നെ കയ്യാങ്കളിയിലേക്ക് എത്തി. അത് പാപ്പടും പുറം പിന്നെ രണ്ടു പക്ഷത്തെ ആള് കൂടി പരസ്പരം നിന്ന് ഇവര് ആയുധങ്ങളെ കൊണ്ടായി പിന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് കുറെ നേരം കഴിഞ്ഞപ്പോഴേക്ക് ഈ മദ്യം കഴിച്ചതിൻ്റെയൊക്കെ തലയ്ക്ക് പിടിച്ചു തുടങ്ങി. അപ്പൊ കയ്യിൽ നിന്നൊക്കെ ആയുധങ്ങളൊക്കെ ഓരോന്ന് വീണും പോയി. ആയുധങ്ങളെ പറഞ്ഞാൽ വാള്, ശൂലം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഗതയും അമ്പും വില്ലും വാളും ഒക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് വീണ സമയത്ത് ഇവരെന്ത് ചെയ്തു? ഈ കള്ളുകുടിയന്മാർക്ക് ഒരു പൊതുവെ ഒരു പതിവുണ്ട്. കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ ഇവര് കുനിഞ്ഞെടുക്കില്ല. എന്താ കാരണം? കുനിഞ്ഞെടുത്താൽ ഇവനും വീഴും. പിന്നെ ഇവൻ ആരെടുക്കും? അതുകൊണ്ട് ഇവര് മട്ടിലിങ്ങനെ പോകുവച്ചാൽ പോയിക്കോളൂ. ഈ സാധനം വീണാ പിന്നെ പൊങ്ങില്ല. പോകുമ്പോൾ സ്പ്രിങ്ങിന്റെ മുകളിൽ പോണ മാതിരി ഇങ്ങനെ പോകണ്ടല്ലേ കള്ളുകൂടിയാൽ നമുക്ക് പേടിയാവും. വീഴുവൊന്നും ഇല്ല. ആ മട്ടിലാണ് പോയിക്കോളും. വണ്ടിക്കാർ നോക്കിയാൽ മതി റോഡും മേലെ, അത്രയേ ഉള്ളൂ. അപ്പൊ അവരൊന്ന് ഒതുങ്ങിപ്പോയാൽ ഇവന് നല്ലോണം പോവാം. ഒതുങ്ങിപ്പോയാൽ ലോറിക്കാരും ബസ്സുകാരൊക്കെ ഒന്ന് ഒതുങ്ങി അച്ചടക്കത്തിൽ പോയാൽ കള്ളുകൂടിയനെ നേരാമണ്ണം റോഡ് ആ മട്ടില്. അപ്പൊ ഇവറ്റോളിങ്ങനെ ഈ കഥയില്ലാണ്ട വന്നവന്റെ കയ്യില് ശരേഷു ക്ഷീയമാണേഷു ഭജ്യമാനേഷു ധന്യസു ശസ്ത്രേഷു ക്ഷീയമാണേഷു മുഷ്ടിഭിർജഹ്രുരേരകാഹ. അപ്പൊ അമ്പും വില്ലും വാളും ഒക്കെ വീണു പോയ സമയത്ത് ഇവർ ആയുധങ്ങൾ വീണ്ടും പെറുക്കിയെടുക്കുക രണ്ടാമത് കൊണ്ടുവരാനൊന്നും ശ്രമിച്ചില്ല. അവരെന്ത് ചെയ്തു വെച്ചാല് ഈ കടലിന്റെ കരയിൽ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഒലക്കേണ്ട പൊടി വീണ് മുളച്ച വന്നെങ്കില് പുല്ല് മുളച്ചിരിക്കുന്ന ഏരകപ്പുല്ല്. ആ ഏരകപ്പുല്ലുകള് മുഷ്ടിഭിർജഹ്രുരേരകാഹ. കൈ ഇങ്ങോട്ട് ചുരുട്ടി മടക്കിയിട്ട് ആ പുല്ല് ഇങ്ങോട്ട് പറിച്ചു. ഈ ഏരകപ്പുല്ല് ഇങ്ങോട്ട് പറിച്ചിട്ട് ആ പുല്ലിന്റെ കട പിടിച്ചിട്ട് തമ്മിൽ തല്ലി പരസ്പരം തല്ലി തുടങ്ങി. അങ്ങനെ ഈ പുല്ലുകൊണ്ട് തല്ലി ഇവരെന്ത് ചെയ്തു? നശിച്ചു തുടങ്ങി എന്നാ പറയുന്നത്. എങ്ങനെ? ബ്രഹ്മശാപോപസൃഷ്ടാനാം തൃഷ്ണമായ വൃതാത്മനാം സ്പർദ്ധാക്രോധക്ഷയം നിന്യേ വൈണവോ നിര്യഥാവനം. വൈണവമായ അഗ്നി, വനം യഥാ. വൈണവം എന്ന് പറഞ്ഞ വേണു വെച്ച മുളയാ. മുളയെന്നുണ്ടാവണ തീയെ മുളയെ കത്തിച്ച് കാടിനെ കത്തിക്കണം. മുളകൾ രണ്ടെണ്ണം അങ്ങനെ കൂട്ടായിട്ട് മുള നിൽക്കുമ്പോൾ കാറ്റ് വീശുമ്പോൾ ഈ മുളകൾ ഇങ്ങനെ തമ്മിൽ ഒരയൂലോ, ഒരഞ്ഞു കത്തും. മുളകൾ ഇങ്ങനെ കൂട്ടി ഒരയ്ക്കുമ്പോൾ കത്തിയാൽ ആദ്യം കത്തി പോകും. ഒരയ്ക്കണവരാദ്യം കത്തിയാൽ അടുത്ത് നിൽക്കണവര് പിന്നെ കത്തും. അടുത്ത് നിൽക്കണവര് കത്തിയാൽ പിന്നെ തൊട്ടടുത്ത മരം കത്തും. അങ്ങനെ കാട്ടു തീയായിട്ട് പടരും. ആ കാട് മുഴുവൻ ഈ മുളയുടെ ഒരയിൽ കാരണം നശിക്കും എന്ന് പറഞ്ഞ മാതിരി ഈ ഭഗവാന്റെ മായയിൽ പെട്ടത് കാരണം ഉണ്ടായ ഈ ഒരു പ്രത്യേക സമ്പ്രദായം ഇവറ്റുള്ള സ്പർദ്ധാക്രോധം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പരസ്പരം തല്ലി നശിച്ചു. ഏവം നഷ്ടേഷു സർവേഷു അതുണ്ടായത് കുലേഷു സ്വേഷു കേശവ അവതാരിതോ ഭുവോ ഭാര ഇതിമേനേ വശേഷിത. അങ്ങനെ ഈ യാദവന്മാരെ തമ്മിൽ തല്ലി നശിച്ചപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ചിന്തിച്ചു, എന്താ? അവതാരിതോ ഭുവോ ഭാര, ഭൂമിയുടെ ഭാരം തീർന്നതായിട്ട് ഭഗവാൻ കണക്കാക്കി. ഭൂമിയുടെ ഭാരം തീർന്നു എന്നങ്ങോട്ട് കണക്കാക്കി. ഭഗവാൻ അതിനാണല്ലോ പുറപ്പെട്ടത്. ഭൂഭാരം തീർന്നു. അങ്ങനെയുണ്ടായത്. ഭാര ഇതി മേനേച്ച. അങ്ങനെയാ ഭഗവാൻ ചിന്തിച്ചത്. ഭൂഭാരം തീർക്കണേ എന്നും പറഞ്ഞിട്ടല്ലേ പണ്ട് ഭൂമിദേവിയും കൂട്ടരൊക്കെ വന്നത്. ഭഗവാൻ അതാ ചെയ്തത്. ഭൂമിയുടെ ഭാരമൊക്കെ തീർന്നു. അപ്പോഴേക്ക് എന്താ ഉണ്ടായത്? രാമകൃഷ്ണന്മാര് രണ്ടുപേരും നോക്കി നിൽക്കുമ്പോൾ യാദവ വംശം നശിച്ചു. ബലഭദ്രസ്വാമി ആരോടൊന്നും മിണ്ടാതെ ആ കൂട്ടത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് നിന്നേർന്നു. ഭഗവാൻ ബലഭദ്ര നേരെ ആ സമുദ്രത്തിന്റെ കരയിലേക്ക് അങ്ങോട്ട് പോയി. ആരോടൊന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ സമുദ്രത്തിന്റെ കരയിലേക്ക് പോയ സമയത്ത് ഭഗവാൻ എന്തേ ചെയ്തത്? രാമ സമുദ്രവേളായാം. അതുണ്ടായത് സമുദ്രവേള. സമുദ്രതീരത്തേക്ക് പോയിട്ട് രാമ സമുദ്രവേളായാം യോഗമാസ്ഥായ പൗരുഷം തത്യാജ ലോകം മാനുഷ്യം. അതുണ്ടായത്. ഭഗവാൻ എന്ത് ചെയ്തു? തത്യാജ ലോകം മാനുഷ്യം സംയോജ്യ ആത്മാനം ആത്മനി. ഭഗവാൻ തൻ്റെ ആത്മഭാവത്തിൽ ഉറപ്പിച്ച് എന്ത് ചെയ്തു? ലോകത്തുനിന്ന് ആ ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഭഗവാൻ ബലഭദ്രസ്വാമി പണ്ട് കൃഷ്ണാവതാരം ഉണ്ടായ സമയത്ത് കൊട പിടിക്കാനായിട്ട് വന്നതാണ്.
അപ്പൊ എന്തായിട്ട് തീർന്നു? അതേ അങ്ങോട്ട് പോയി. ഇനി ഭഗവാൻ മടങ്ങി വരുമ്പോ കൊട ഇനി അവിടെയല്ലേ പിടിക്കേണ്ടത്? അങ്ങോട്ട് പോയി ബലഭദ്രസ്വാമി പോയി. എന്താ അല്ലേ വല്യേട്ടാ രാമേട്ടാ വല്യേട്ടാ എന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ടു നടന്ന വല്യേട്ടനായ ഭഗവാൻ പോവുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ ഇതൊക്കെ കണ്ടു. എന്ത് നോക്കൂ, ബലഭദ്രസ്വാമി പോയി, യാദവ വംശം നശിച്ചു. ഇതൊക്കെ കണ്ട ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാല് അവിടുന്ന് രാമനിര്യാണമാലോക്യ ഭഗവാൻ ദേവകീസുത നിഷസാദ ധരോപസ്ഥേ തൂഷ്ണീം ആസാദ്യ പിപ്പലം. ഭഗവാൻ അവിടുന്ന് നേരെ ഇങ്ങടെ ആ കാട്ടിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ആ കാട്ടിന്റെ നടുക്കൊരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിന്റെ ചോട്ടിലൊരു പാറയുടെ മുകളിൽ കയറി അവിടെ ഇരുന്നു. അതാ പണ്ടായത്. ഒറ്റയ്ക്ക് ഭഗവാൻ ഒറ്റയ്ക്കുള്ളൂ, എല്ലാവരും പോയില്ലേ, ഒറ്റയ്ക്ക് അവിടെ ഇരുന്നു. എങ്ങനെയാ ഇരുന്നത്? ബിഭ്രൽ ചതുർഭുജം രൂപം ഭ്രാജിഷ്ണു പ്രഭയാ സ്വയാ ദിശോ വിധിമിരാ കുർവൻ ഇഥോമൈവ പാവക ശ്രീവത്സാംകം ഘനശ്യാമം തപ്തഹാടകവർച്ചസം കൗശേയാംബരയുഗ്മേന പരിവീതം സുമംഗളം സുന്ദരസ്മിതവക്ത്രാബ്ജം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ടലം കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകം ഗദൈഃ ഹാരനൂപുരമുദ്രാഭി കൗസ്തുഭേന വിരാജിതം വനമാലാ പരീതംഗം മൂർത്തിമദ്ഭിർനിജായുധൈഃ കൃത്വോരൗ ദക്ഷിണേ പാദം ആസീനം പങ്കജാരുണം. ഭഗവാൻ തൻ്റെ വൈഷ്ണവമായ ഭാവത്തെ ധരിച്ച ആ ആൽമരത്തിന്റെ ചോട്ടില് ആ ഒരു എന്താ ദക്ഷിണേ ഊരവും പാദം കൃത്വ അർദ്ധപത്മാസന സമ്പ്രദായത്തില് ആ വലത്തെ കാലിന്റെ തൊടയമ്പയ്ക്ക് ഇടത്തെ കാലിങ്ങനെ കയറ്റി വെച്ച അർദ്ധപത്മാസന സമ്പ്രദായത്തിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുണ്ടായെന്നറിയോ? അവസാനത്തെ കാഴ്ചയായിട്ട് ഇനി കാഴ്ച കാണില്ല. ഭഗവാന്റെ ആ വൈഷ്ണവ പ്രഭയോട് കൂടി ഇരിക്കുക. അപ്പോഴാണ് കുറേ ദൂരെ നിന്നൊരു വേടൻ ഇങ്ങനെ നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഭഗവാന്റെ ആ പാദം. എങ്ങനെയുള്ള പാദം? ആസീനം പങ്കജാരുണം, താമരപ്പൂ പോലെ ചുമന്ന നിറള്ള മനോഹരമായ പാദല്യ. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ബന്ധൂക സമാമായ ചെന്തളീരടിയുള്ളോൻ ബന്ധുക്കളില്ലാത്തോർക്കു ബന്ധുവാകിയ കൃഷ്ണൻ അന്ധക കുലജാതൻ അന്തമാദിയോമില്ലാതുള്ളവൻ വരൻ പുമാൻ എന്ന് പണ്ട് പറഞ്ഞില്ലേ. നല്ല ചെമ്പരത്തിപ്പൂ പോലെ ചമന്ന മനോഹരമായ പാദം. ഭഗവാന്റെ ആ പാദം ദൂരേന്ന് ആര് കണ്ടു? നോക്കൂ, ജര എന്ന പേരായിട്ടൊരു വേടൻ ഈ പാദം കണ്ടു. ഈ പാദം ഭഗവത് പാദം ഇങ്ങനെ ചമന്ന മനോഹരമായ പാദം ദൂരേന്ന് കണ്ടപ്പം കാട്ടിൽ ഇരുട്ടാണ്. ഭഗവാന്റെ സ്വരൂപം നീല നിറാണ്. അപ്പൊ സ്വരൂപം അങ്ങോട്ട് കണ്ണിക്ക് പെട്ടിട്ടുണ്ടാവില്ല. ഈ ചുമപ്പ് നിറായതുകൊണ്ട് ദൂരേന്ന് എന്ത് കാണാം? ഭഗവാന്റെ പാദം ഈ വേടനെ കാണാം. വേടൻ ആ പാദം ഇങ്ങനെ കണ്ട സമയത്ത് ദൂരേന്ന് കണ്ടപ്പോൾ വേടൻ ചിന്തിച്ചു, ഇത് മാൻ വായ തുറന്നിരിക്കുകയാണ്. മൃഗസ്യാകാരം, മൃഗം മാൻ, ആസ്യം വായ, മാൻ വായ തുറന്നിരിക്കുകയാണ് ആര് ധരിച്ചു? ഈ വേടൻ ധരിച്ചു. എന്നാൽ എന്ത് ചെയ്തു? ഒന്നും പറയണ്ട. നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ ഒലക്കയുടെ ഒരു കഷ്ണം ഉണ്ടായി. ആ കഷ്ണം കൂടി കൂട്ടി പൊടിയുടെ കൂടെ കടലിൽ കൊണ്ടുപോയി തള്ളിയെന്നും ആ ഒരു മത്സ്യം പിടിച്ച ആ കഷ്ണം വിഴുങ്ങിയെന്നും വേടന്റെ കയ്യിലെത്തിയെന്നും വേടൻ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിട്ടിയ ഇരുമ്പ് തന്റെ അമ്പിന്റെ മുകളിൽ കൂർപ്പിച്ച് പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. വേടൻ ആ അമ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? ഭഗവാന്റെ പാദത്തിന്റെ നേരെ മുസലാവശേഷായ ഖണ്ഡകൃതേഷുർലുബ്ധകോചര അതുണ്ടായത്. ഭഗവാന്റെ ആ പാദത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് മുസലാവശേഷം ഇരുമ്പലക്കയുടെ അവശിഷ്ടം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അമ്പ് ഇങ്ങോട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്തു? മൃഗസ്യാകാരം തച്ചരണം ദിവ്യാധ മൃഗശങ്കയാ. മൃഗസ്യാകാരം തച്ചരണം, ഭഗവാന്റെ ആ പാദം മാനിന്റെ വായയിട്ട് കണക്കാക്കിയിട്ട് എന്ത് ചെയ്തു? ദിവ്യാധ മൃഗശങ്കയ, മാനാണെന്ന് കണക്കാക്കിയിട്ട് ദിവ്യാധ എന്ന് പറഞ്ഞാൽ വേധിച്ചു മുറിവേൽപ്പിച്ചു, അതിലേക്ക് അമ്പയച്ചു. ഭഗവാനും കണക്കാക്കി. എന്താ അത്? ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്താ ആയിക്കോട്ടെ എന്ന്? പണ്ട് താൻ കണക്കാക്കിയതാണ്. എന്ത്? പണ്ട് ഭാരതയുദ്ധം കഴിഞ്ഞ സമയത്തെ ഭഗവാൻ ചിന്തിച്ചു, എല്ലാ യോഗ്യതയുള്ള ആളാണ് കുന്തിദേവി, പാഞ്ചാലിയൊക്കെ വലിയ, ഗാന്ധാരിയമ്മ മാത്രം ഇത്ര വലിയ ഭക്തയായിട്ടും ഇത്ര വലിയ കഥയുള്ളതായിട്ടും ഗാന്ധാരിയുടെ ഒരു മഹിമ ലോകരൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു ഭഗവാൻ സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗാന്ധാരിയും എല്ലാവരുടെയും അടുത്ത് ചെന്നൊന്ന് തൊഴാൻ പാണ്ഡവരെയും കൊണ്ട് ചെന്നപ്പം ഗാന്ധാരിയമ്മ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് യുദ്ധഭൂമി ഒന്ന് കാണണം എന്ന്. അപ്പം ഭഗവാൻ പറഞ്ഞു,
ആയിക്കോട്ടെ കാണാൻ വരൂ. ഭഗവാൻ ഒന്ന് ചിരിക്കുകയും ചെയ്തു കാണണം എന്ന് പറഞ്ഞപ്പോൾ. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് പെറ്റ മക്കളെ കണ്ണുകൊണ്ട് കാണാത്ത ഗാന്ധാരിയാണ് എന്ത് ചെയ്തത്? വെട്ടി മുറിഞ്ഞ് കിടക്കണ മക്കളെ കാണാൻ മോഹം പറഞ്ഞത്. ശരി അമ്മയെ വരൂ എന്ന് പറഞ്ഞ കുന്തി, ഗാന്ധാരി, പാഞ്ചാലി, ഉത്തര, സുഭദ്ര എല്ലാവരും ഭാരത സ്ത്രീകളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങോട്ട് പോന്നു. ഭഗവാന്റെ കയ്യും പിടിച്ച് ഗാന്ധാരിയമ്മയും അങ്ങനെ നടന്ന് പോയി. കണ്ട സമയത്ത് അന്ന് ഗാന്ധാരിയമ്മ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് ഓരോന്ന് കണ്ടിട്ട് പറഞ്ഞില്ലേ, കൃഷ്ണ നീ ഇതൊക്കെ കാണുന്നില്ലേ ഓരോന്ന്? ഭഗവാൻ വേദവ്യാസന്റെ അനുഗ്രഹം കൊണ്ട് ആ യുദ്ധഭൂമി കാണാൻ ആർക്ക് സാധിച്ചു? കണ്ണ് കെട്ടഴിക്കാതെ ഗാന്ധാരി കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനെ കണ്ടില്ലേ നീ കണ്ടീലയോ നീ മുകുന്ദ ധരണിയിലുണ്ടായ വമ്പരിൽ മുമ്പൻ ഭഗദത്തൻ തൻകരിവീരനരികെ ധനുസുമായി സംക്രന്ദനാത്മജനൈത ശരത്തിനാൽ വീണിതല്ലോ കിടക്കുന്നു. അതല്ലേ, വീണിതല്ലോ കിടക്കുന്നു. എന്തൊരു ഭംഗിയിലാ കിടക്കണത്. ശോണിതവോ മണിഞ്ഞയ്യോ ശിവ നല്ല മരതക കല്ലിനോടൊത്തോരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലെഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലഭീ വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്കൊരു സമടോ. ആ കുട്ടിയെങ്കിലും നിനക്ക് കൊല്ലാണ്ട് എടുക്കാറുന്നില്ലേ? നിന്റെ മരുമകനല്ലേ, അർജുനന്റെ തിരുമകനല്ലേ ആ കുമാരൻ? മരതക കല്ല് പോലെ കിടക്കണോ? അഭിമന്യു കുമാരനെ കണ്ട് ചൂണ്ടിയിട്ടാ പറഞ്ഞത്. അതെങ്കിലും നിനക്ക് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു കൊല്ലിക്കലാണ് നിന്റെ രസം എന്ന്. അപ്പുറത്തേക്ക് നോക്കിയപ്പോ തന്റെ മകൻ കിടക്കണു. ആര്? ദുര്യോധനൻ. എങ്ങനെ? ഉണ്ണി മകനെ ദുര്യോധനാദവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉംബർഗോനൊത്തോരു വമ്പും പ്രതാപവും ഗംഭീരമായോരു ഭാവവും ഭംഗിയും. എന്തൊരു പ്രകാരത്തിലാ ഉണ്ണിയെ നീ ഇങ്ങനെ എന്ത് കേമനായിട്ട് ഇരുന്നോനാണ്? പട്ടു കിടക്കമേലേ കിടക്കുന്ന നീ പട്ടു കിടക്കുമാറായിതോ ചോരയിൽ. എങ്ങനെ കിടന്ന് വലിയ കേമനായിട്ട് നടന്ന ഉണ്ണിയാണ് ചോരയിൽ പട്ട കിടക്കുന്നത് കാണണ്ട് വന്നില്. കുറച്ചുകൂടി മുമ്പിലേക്ക് നടന്നപ്പോ അവിടെ ഏതാ കാണുന്നു? ദുശാസനെ കണ്ട്. എങ്ങനെ? മാരുതി കീറി പിളർന്നോ കുടിച്ചോരു മാറിടം കണ്ടാൽ പൊറുക്കുമോ പൈതലേ. ഭീമസേന വലിച്ചു കീറി ചോര കുടിച്ച ഒരു പറയേണ്ട വയ്യേ. അവിടെ ഇങ്ങോട്ട് വീഴാൻ പുറപ്പെട്ടു. കൈ ഇങ്ങോട്ട് പിടിച്ചു. കുറച്ചുകൂടി മുമ്പിക്ക് പോയപ്പോ കർണൻ അതാ കിടക്കണു. കർണനെ കണ്ടപ്പം ഗണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു. ആ കവിള് പിന്നെയും മിന്നാണ്. കൃഷ്ണ നീ ഇതൊക്കെ കാണുന്നില്ലേ? ഇതൊന്നും കണ്ടിട്ട് നിനക്കൊരു ഭാവമാറ്റമില്ലേ? എനിക്കിങ്ങനെ തോന്നുകയാണേ. കല്ലുകൊണ്ടോ മനം താവകമെങ്കില കല്ലിനും ആർദ്രതയുണ്ടിതു കാണുമ്പോൾ. കല്ലുകൊണ്ടായിരുന്നു നിന്റെ മനസ്സ്, കല്ലിനുണ്ടാവും ഒരു അലിവ്. അതും കാണാനില്ലല്ലോ. എന്തേ പത്? നീ ഒരാളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ആർക്ക് ദേഷ്യം വന്നു? ഗാന്ധാരിയമ്മയ്ക്ക്. നീ ഒരാള് കാരണം ഇതൊക്കെ ഉണ്ടായത്. നീ വിചാരിച്ചു വെച്ചാൽ അത് ഇല്ലാണ്ട കഴിക്കാറുന്നോ? പക്ഷെ അത് വിചാരിച്ചില്ല. അതുകൊണ്ട് പാങ്ങായൊരു പുറം നിന്നു നീ പാരതിൽ നിങ്ങാതഭിമാനികളായ ഭൂപരെ രണ്ടു പുറത്തുമുള്ളോർകളെ കൊല്ലിച്ചു കൊണ്ടതു മറ്റാരുമല്ല നീ എന്നിയെ. രണ്ട് പക്ഷത്തിൻ്റെയും ആളായിട്ട്, അല്ലെങ്കിൽ രണ്ട് പക്ഷത്തിൻ്റെയും ആളല്ലാതെ നിനക്ക് പക്ഷല്യാതെ നിന്നൊരു പക്ഷത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മറ്റേ പക്ഷത്തെയും തൻ്റെ പക്ഷത്തെയും എല്ലാ പക്ഷത്തെയും ഒന്നിച്ചു കൊല്ലിച്ചവനാണ് നീ കാരണം ഇതൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നീ ഒരാള് വിചാരിച്ചാൽ ഇതില്ലാണ്ട കഴിക്കാറുന്നു. ഇതൊക്കെ കണക്കാക്കിയിരുന്നു പണ്ട് ഭഗവാൻ ദൂത് പറയാൻ വന്നപ്പോൾ വിതുരരോട് പറഞ്ഞത്. വിതുരര് ചോദിച്ചു, അങ്ങ് എന്തിനാ ഈ പണിക്ക് പുറപ്പെട്ടത്? കുട്ടികൾ നന്നാവില്ലേ എന്ന് അങ്ങേക്ക് അറിയില്ലേ? ഇതിന് പിന്നെ വന്നു ചോദിച്ചപ്പോൾ ഭഗവാൻ പറയും, വിതുരരെ ഇവര് നന്നാവും നിരീക്ഷിച്ച് വന്നതല്ല ഞാൻ. നമ്മുടെ ആൾക്കാർ ഒരു വേണ്ടാത്തതിന് പോകുമ്പോൾ നമ്മളും കണക്കാക്കി അവരെ പിന്തിരിപ്പിക്കണ്ടേ? ഇല്ലെങ്കിൽ നാളെ ആൾക്കാർ പറയില്ലേ, ഈ കൃഷ്ണൻ ഉണ്ടായിട്ട് എന്ത് ചെയ്തു? കൃഷ്ണൻ ഒരു വലിയ ആൾ ഉണ്ടായിരുന്നില്ലേ കൂട്ടത്തില്? കൃഷ്ണൻ ഒന്നും ഇടപെടാറുന്നില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ? അതൊരു ചോദ്യം പിന്നീട് വരും. അങ്ങനെ ഒരു ചോദ്യം ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്തത്? ദൂത് പറയാൻ വന്നതല്ലാണ്ട് പറ്റോളെ നന്നാക്കാൻ വന്നതല്ല എന്നാര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. അന്ന് ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്ത് പരമാവധി ചെയ്തിട്ട് പോലും ഇന്നും ആ പേരിലെ ഗാന്ധാരി പറഞ്ഞില്ലേ? ഭഗവാൻ ആ ഗാന്ധാരിയുടെ വർത്തമാനം കൊണ്ട് തൊഴുത നിൽക്കുന്ന സമയത്താണ് ഗാന്ധാരി പറഞ്ഞു, എപ്രകാരത്തിലാണോ ഈ പൂരുവംശം തമ്മിലടിച്ച് ഇങ്ങനെ നയിച്ചത്, അതേ പ്രകാരത്തിൽ ഇന്നേക്ക് 3 കുടുംബം നിന്റെ വംശം ഇങ്ങനെ നശിക്കട്ടെ എന്ന് ശപിച്ചു. ഭഗവാന് സന്തോഷമായി. ആരുടെ പേര് കേമായി? ഗാന്ധാരി കേമിയായില്ലേ? ഭഗവാനെ ശപിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു പേരായില്ലേ? ഭഗവാൻ ഒരു പ്രത്യേകതയില്ല. എന്താ കാരണം? ഭഗവാൻ തീരുമാനിച്ചു വെച്ചതാ പോണ കാര്യം. അത് ഗാന്ധാരി വിളിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും പോണ തോണിക്കൊരു ഉണ്ട്.
അങ്ങനെ പറഞ്ഞാൽ പറയാറില്ല. പോണ തോണിക്ക് ഒരു എന്താ പറഞ്ഞ അർത്ഥം എന്താ? തോണി പോകാൻ നിൽക്കുകയാണ്, തൊഴഞ്ഞ് പോകാൻ. അപ്പം നമുക്ക് ദേഷ്യം എന്താ കൊടുത്തു. നമ്മളെ കയറ്റാണ്ട പോയി ബസ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് എന്ത് ചെയ്തു? ബസ് വാതിലടച്ചു, നമ്മളെ കയറ്റിയില്ല. ബസ് ഒരു പോടാ അവിടെ നിന്ന് ഒരു ഉന്ത് ബസ് ഡ്രൈവർ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. നമ്മൾ ഉന്തിയതുകൊണ്ടാണ് പോയത്, നമുക്കൊരു സംതൃപ്തി ഉണ്ട്, അതിനിപ്പം നഷ്ടമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഗാന്ധാരി അമ്മയെ കൊണ്ട് ആ ഗാന്ധാരിയുടെ ശാപം ഇതാ ഭഗവാന്റെ പാദത്തിൽ വന്ന് ഫലിച്ചു.